ഒരാള് നല്ല മനുഷ്യനാണ് എന്ന് പറയണമെങ്കിൽ 6 കൂട്ടം കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഫിലിപ്പിയ ലേഖനം 4:4 വാക്യം. ഒരാള് അയാളുടെ ജീവിതത്തിൽ നല്ലവനാണെങ്കിൽ, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെങ്കിൽ, നല്ല ചിന്തകളുമായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ എപ്പോഴും സന്തോഷമുള്ള ഒരു മനുഷ്യനായിരിക്കും. എപ്പോഴും പുഞ്ചിരിക്കുന്നൊരു മനുഷ്യനായിരിക്കും. എപ്പോഴും ചിരിക്കുന്നൊരു മനുഷ്യനായിരിക്കും. തൻ്റെ ജീവിതത്തിൽ നല്ല കാലം വന്നാലും മോശപ്പെട്ട കാലം വന്നാലും സന്തോഷത്തോടെ അതിനെ നേരിടുന്ന വ്യക്തിയായിരിക്കും ആ നല്ല മനുഷ്യൻ. പൗലോസിനെ നമ്മൾ നോക്കിയേ, അദ്ദേഹം ക്രിസ്തുവിൻ്റെ സുവിശേഷകനാണ്. സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹം ജയിലിലായിരുന്നത്. ആ ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ലേഖനം എഴുതുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? കർത്താവിൽ സന്തോഷിപ്പിൻ. ഞാൻ പിന്നെയും പിന്നെയും നിങ്ങളോട് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. ജയിലിൽ സന്തോഷിക്കാൻ എന്താ വകയുള്ളത്? ഇരുമ്പഴികൾക്കുള്ളിലാണ് കഴിയുന്നത്. ക്രൂരരായ തടവ് പുള്ളികളാണ് 4 പാടും. പിന്നെ ഇവരെ നോക്കുവാൻ പോലീസും. ഒരു സ്വാതന്ത്ര്യവുമില്ല. ഒരു നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ, കഴിക്കാൻ പറ്റില്ല. അവിടെ കൊടുക്കുന്ന ഭക്ഷണം മാത്രമാണ് അവർ കഴിക്കാൻ പറ്റുള്ളൂ. ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ല. സന്തോഷത്തിന്, എന്റർടൈൻമെന്റിന് ഒരു കാര്യവും എവിടെയില്ല, ജയിലിലില്ല. അവിടെ കിടന്നുകൊണ്ട് സന്തോഷത്തിന് യാതൊരു വകയുമില്ലാതിരുന്ന ആ സാഹചര്യത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. സഭയിലുള്ള വിശ്വാസികളെ, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. പിന്നെയും പിന്നെയും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സന്തോഷിക്കണം, ക്രിസ്തുവിൽ സന്തോഷിക്കണമെന്നാണ്. നമുക്ക് സാഹചര്യങ്ങൾ എത്ര മോശപ്പെട്ടതാണെങ്കിലും ആ മോശപ്പെട്ട സാഹചര്യത്തിലും പ്രിയപ്പെട്ടവരെ, കർത്താവിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. ഒരു നല്ല മനുഷ്യന് മാത്രമാണ് എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കുവാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യ ലേഖനം 13:5 വാക്യം നമുക്ക് വായിക്കാം. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. എന്താണ് സ്പർദ്ധിക്കുക? അങ്ങനൊരു വാക്ക് മലയാളത്തിൽ നമ്മൾ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ സ്പർദ്ധിക്കുന്നില്ല. അങ്ങനെ നമ്മളാരും പറയാറില്ല. പറയാറുണ്ടോ? ഇല്ല. നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോഴാണ് പരിചയമില്ലാത്ത പല മലയാള വാക്കുകളും കാണുന്നത്. മലയാളത്തിലെ പല വാക്കുകൾ പോലും നമുക്കറിയാൻ പാടില്ല. പിന്നെ ഇംഗ്ലീഷിലെങ്ങനെ നമ്മൾ അറിയും? ഇല്ലേ? സ്പർദ്ധിക്കുക എന്നുള്ള വാക്ക് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതൊരു മലയാള വാക്കാണ്. ഞാൻ നിന്നോട് സ്പർദ്ധിക്കുന്നില്ല. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ സ്പർദ്ധിക്കുക എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം ഈസ് നോട്ട് ജലസ് എന്നാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ലെന്നാണ്. സ്പർദ്ധിക്കുക, അസൂയപ്പെടുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരു നല്ല മനുഷ്യന് മറ്റു മനുഷ്യരുടെ ഉയർച്ചകളിൽ ഒരിക്കലും അസൂയ ഉണ്ടാവില്ല. ഒരു നല്ല മനുഷ്യനല്ലെങ്കിൽ നിശ്ചയമായി ഞാൻ പറയട്ടെ, മറ്റു വ്യക്തികൾ എന്തെങ്കിലും ഒരു നന്മ കൈവരിക്കുന്നു കാണുമ്പോൾ പിന്നെ കണ്ണുകടിയാണ്, അസൂയാണ്.
അസൂയുള്ള ഹൃദയത്തോടു കൂടിയാണ് നോക്കത്തുള്ളൂ, കാണുകയുള്ളൂ, പറയുകയുള്ളൂ. ചിലപ്പോൾ അവർ നേരിട്ട് പറയില്ല, പക്ഷേ അവരെ കണ്ണ് നോക്കുമ്പോൾ അറിയാം അസൂയ കാണാൻ പറ്റും. നമ്മുടെ ഒരു സ്നേഹിതനൊരു നല്ല വീട് വെച്ചാൽ നമ്മളതിൽ സന്തോഷിക്കുന്നവരായിരിക്കണം, അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർ അവരെ നല്ല ഡ്രസ്സ് എടുത്തു വരുമ്പോൾ നമ്മൾ സന്തോഷിക്കണം, അസൂയപ്പെടരുത്. മറ്റു കുടുംബത്തിലെ മക്കൾ ഉന്നത നിലയിലുള്ള ജോലിയൊക്കെ കൈവരിക്കുമ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കണം, അസൂയപ്പെടരുത്. മറ്റു വ്യക്തികൾ നല്ല കാറും വാഹനമൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും അസൂയപ്പെടരുത്. ഏതു നേരത്തും അസൂയ, മറ്റുള്ള നന്മയിൽ അസൂയ, ഇങ്ങനെ അസൂയ എന്നൊരു വികാരവുമായിട്ട് ചിന്തയുമായിട്ട് ജീവിതകാലം മുഴുവനും ഒരാൾ നടന്നാൽ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? അയാളുടെ ശരീരത്തിലെ അസ്ഥികൾ ദ്രവിക്കുന്നൊരു അസുഖത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. വെറുതെ ഒന്നും അല്ല ഈ അസ്ഥി ദ്രവിപ്പൊക്കെ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നുവോ അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ഉണ്ടാവും. ഇത് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. അസൂയ എന്ന് പറയുന്ന ആ ദുഷ്ടചിന്തയിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കടന്നാൽ നമുക്കൊരു വിടുതലാണ്, നമുക്കൊരു അനുഗ്രഹമാണ്. ഒരു നല്ല മനുഷ്യന് അസൂയപ്പെടുവാൻ കഴിയില്ല. മർക്കോസിന്റെ സുവിശേഷം 11:25 വാക്യം ഒന്ന് വായിക്കൂ. ഒരു നല്ല മനുഷ്യന് മറ്റുള്ളവരോട്, മറ്റു മനുഷ്യരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റും. നമ്മളൊരു നല്ല മനുഷ്യനല്ലെങ്കിൽ ഒരാളോടും നമ്മൾ ക്ഷമിക്കുവാൻ നമുക്ക് കഴിയില്ല. വൈരാഗ്യം വെച്ച്, പിണക്കം വെച്ച്, ശത്രുത വെച്ച് നമ്മൾ ജീവിക്കും. മാത്രമല്ല നമ്മുടെ പിണക്കവും വൈരാഗ്യവും നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുത്തിട്ടായിരിക്കും അവർ പോവുകയുള്ളൂ. ഒരിക്കലും അത് അരുത്. മറ്റു മനുഷ്യരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചെങ്കിൽ മാത്രമാണ് സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ പിഴകളെയും ക്ഷമിക്കുകയുള്ളൂ. നമ്മുടെ എല്ലാ ചിന്ത എന്നറിയാമോ? ദൈവം നമ്മളോട് ക്ഷമിക്കണം. നമ്മുടെ എല്ലാ കുറ്റങ്ങളും, കുറവുകളും, പാപങ്ങളും ദൈവം പുത്രനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമെന്നാണ് നമുക്കുള്ള ആഗ്രഹം. പക്ഷേ അങ്ങനെ ഒരിക്കലും ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കില്ല. ദൈവം വ്യവസ്ഥകളുടെ ദൈവമാണ്. വ്യവസ്ഥ വിട്ട് ദൈവം പ്രവർത്തിക്കില്ല. ദൈവം നമ്മളോട് സംസാരിക്കുന്ന എന്താണ്? ഞാൻ നിന്നോട് ക്ഷമിക്കാം, ഞാൻ നിന്നോട് പൊറുക്കാം. നിന്റെ എല്ലാ അപരാധങ്ങളും, നിന്റെ എല്ലാ തെറ്റുകളും, കടും ചുവപ്പായിരിക്കുന്ന നിന്റെ പാപങ്ങൾ, രക്താംബരം പോലെയുള്ള നിന്റെ പാപങ്ങൾ ഹിമം പോലെ ഞാൻ വെളുപ്പിച്ചു തരാം. നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കാം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാം. പക്ഷേ ഒറ്റ കാര്യം, നീ മറ്റുള്ളവരോട് ക്ഷമിക്കണം. എങ്ങനെ ക്ഷമിക്കണം? വെറുതെ ക്ഷമിച്ചാൽ പോരാ. ചില ആൾക്കാർ പറയും, ഒരാളെ ഉപദ്രവിച്ചിട്ട് ദോഷം ചെയ്തിട്ട് സോറി, ക്ഷമിച്ചേക്ക്, വിട്ടേക്ക്. അതിൻ്റെ അർത്ഥം എനിക്ക് അത്രമാത്രമൊന്നും ഞാൻ നിന്നോട് ക്ഷമിച്ചിട്ടില്ലെന്നാണ്. പിന്നെ ഒരു കാഷ്വലായിട്ട് ഒന്ന് വിട്ടേക്ക്, വിട്ട് കളഞ്ഞേക്ക്. നല്ല ഒരു മനുഷ്യനല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നാൽ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, ഒരു ഗുഡ് മാൻ ആണെങ്കിൽ അവൻ വെറുതെ ഇങ്ങനെ ഒരു നിസ്സാരമായിട്ട് വിട്ട് കളഞ്ഞേക്കട്ടാ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കില്ല. ഹൃദയപൂർവ്വം ക്ഷമിക്കും. ആ മനുഷ്യൻ്റെ അരികിൽ ചെല്ലും, സ്നേഹത്തോടെ സംസാരിക്കും. അദ്ദേഹം ചിലപ്പോൾ പരുഷമായിട്ട് നമ്മളോട് ഇടപെട്ടാൽ പോലും, നമ്മളോട് എതിർത്ത് സംസാരിച്ച പോലും ക്ഷമയോടെ നമ്മൾ കേട്ട്
ഒരടി തന്നാൽ ആ അടിയും ഏറ്റ് വളരെ താഴ്മയോടുകൂടെ അവിടെ നിന്ന് സംസാരിക്കും, കൈ കൊടുക്കും. സഹോദര സഹോദരി, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് അപാകതകൾ വന്നു പോയിട്ടുണ്ട്. ക്ഷമിക്കണം കേട്ടോ, പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകളയണം. നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടൊക്കെ പോകാം എന്ന് പറയത്തക്ക നിലയിൽ ഒരാളായിത്തീരണമെങ്കിൽ അയാൾ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്കൊരു നന്മയുണ്ടായിരിക്കണം. അയാളൊരു നല്ല മനുഷ്യനായിരിക്കണം. ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പഠിപ്പിക്കാൻ എളുപ്പമാണ്, കേട്ടിരിക്കാനും നല്ല സുഖമാണ്. പക്ഷെ ഹൃദയപൂർവ്വം ക്ഷമിക്കാനുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് വരട്ടെ, അപ്പോൾ നമ്മുടെ വിധം മാറും. അവന് വേണമെങ്കിൽ എന്നോട് ക്ഷമിക്കാൻ പാടില്ലേ, ഞാൻ പിന്നെ എന്തിനാ അങ്ങോട്ട് പോണത്? കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ എന്താ പറഞ്ഞത്? നീ നിന്റെ വഴിപാട് അർപ്പിക്കാൻ വേണ്ടി യാഗപീഠത്തിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് നിനക്കൊരു ഓർമ്മ വരുന്നു, ആ സഹോദരന് എന്തോ ഒന്ന് എന്നോടുണ്ട്. നീ ആ വഴിപാട് നീ അവിടെ കൊടുക്കാതെ നീ അവിടെ വെച്ചേച്ച് ആദ്യം പോയി ആ സഹോദരൻ്റെ അടുക്കൽ ചെന്ന് നിരപ്പാവുക. എന്നിട്ട് വന്നതിന് ശേഷം വഴിപാട് സമർപ്പിക്കുക. എത്ര വ്യക്തമായിട്ട്, എത്ര ക്ലിയർ ആയിട്ടാണ് കർത്താവ് പറയുന്നത്. ഇതിനെയാണ് ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നല്ല മനുഷ്യന് മാത്രമേ മറ്റുള്ളവരോട് അവരുടെ അപരാധങ്ങളോട് ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അയാൾ ഒരിക്കലും ക്ഷമിക്കില്ല. എബ്രായ ലേഖനം 13:16 വാക്യം നമുക്ക് വായിക്കാം. 4-ാമത്തെ കാര്യം, ഒരു നല്ല മനുഷ്യന് മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നും. ഒരു നല്ല മനുഷ്യനല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ഒരു സഹായവും കൊടുക്കില്ല, ആട്ടി ഓടിക്കും. എന്നാൽ നമ്മൾ ഹൃദയത്തിൽ ഒരു നല്ല മനുഷ്യരാണെങ്കിൽ നമുക്ക് കഴിയാവുന്ന ചെറുതോ വലുതോ ആയ സഹായങ്ങൾ ആ വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കും. ചിലപ്പോൾ ഒരു വാക്ക് കൊണ്ടാണെങ്കിൽ, ചിലപ്പോൾ ഒരു 100 രൂപ കൊടുത്താണെങ്കിൽ, എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് സഹായിക്കാൻ തോന്നും, നന്മ ചെയ്യാൻ തോന്നും. നന്മ ചെയ്യാൻ തോന്നണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടായിരിക്കണം. നമ്മുടെ ഉള്ളിൽ നന്മയില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറ്റുകയില്ല. ഞങ്ങൾ ഒരു പുകഴ്ചയ്ക്കായിട്ട് പറയുന്നതല്ല. ശുശ്രൂഷ തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ആ സമയത്ത് അർഹതയുള്ള ആളുകൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ വന്നാൽ, പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന ആളുകളൊക്കെ, ക്യാൻസർ രോഗികൾ, ഡയാലിസിസ് രോഗികൾ, മറ്റു പല രോഗികളായിരിക്കുന്ന ആളുകളൊക്കെ പോയി കണ്ട് അവർക്ക് 1 കിലോ ആപ്പിൾ വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കൊടുക്കും. നമുക്ക് എന്തെങ്കിലും ഒരു സ്വോത്രക്കാഴ്ച ആ വ്യക്തിക്ക് നമ്മളാ കൊടുക്കുന്നൊന്നും അവർക്കൊന്നും തികയില്ല, എങ്കിലും ചെറുതാണെങ്കിലും കൊടുക്കുവാൻ കഴിഞ്ഞ നിമിഷം വരെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ രോഗിയായിട്ട് കീമോതെറാപ്പിയൊക്കെ എടുത്ത് അവശനായിരിക്കുന്ന സമയത്ത് ഞാൻ വളരെ പ്രതിസന്ധിയിലൂടെ പോകുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും, അറിഞ്ഞിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത പാസ്റ്റർമാരുണ്ട്. ഒരു പ്രാവശ്യം പോലും വരാത്ത വിശ്വാസികളുണ്ട്. അവർ വ്യക്തമായിട്ട് അറിഞ്ഞവരാ, അവർക്കെല്ലാം നല്ല കാലമായിരുന്നു. പക്ഷെ എൻ്റെ ആ ദുഃഖകാലത്തിൽ എൻ്റെ പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കിയിട്ടും ഒന്ന് ഫോൺ വിളിച്ചു പോലും ചോദിക്കാത്തവരുണ്ട്.
അതുവരെ ഞാൻ അവരെ വലുതായി സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്തെങ്കിലും എനിക്ക് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത്രേ ഉള്ളൂ. പക്ഷേ വേണമെങ്കിൽ തുടർന്ന് നമുക്ക് അവരോട് വൈരാഗ്യത്തോടു കൂടി ഇടപെടാം. ഞാൻ പ്രതികൂലത്തിൽ കിടന്നപ്പോൾ, ഞാൻ രോഗിയായി കിടന്നപ്പോൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ, എന്നൊന്ന് വിസിറ്റ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ച് നമുക്ക് വൈരാഗ്യം കാണിക്കാം. പക്ഷേ അങ്ങനെ കാണിക്കുവാൻ എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഇതുവരെ ദൈവം ഇടവരുത്തിയിട്ടില്ല. അവർക്കൊരാവശ്യം വന്നപ്പോൾ, അവരൊരു പ്രതിസന്ധിയിലായപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് കർത്താവിൻ്റെ നാമത്തിൽ അവരെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും അവരുടെ അരികിൽ പോവുകയും അവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്തിട്ട് ആണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. അഞ്ചാമത്തെ കാര്യമാണ് സങ്കീർത്തനങ്ങൾ 15:3 വാക്യം. ഒരു നല്ല മനുഷ്യന്റെ മറ്റൊരു ഗുണവിശേഷമാണ് അവൻ തൻ്റെ കൂട്ടുകാരനെ, തൻ്റെ സ്നേഹിതനെ അപമാനിക്കില്ല, കളിയാക്കില്ല, നിന്ദിക്കില്ല, കുറച്ച് കാണിക്കില്ല. അവനെതിരായിട്ട് മനഃപൂർവ്വം ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും പറയില്ല. നമ്മൾ ചിലപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നിരിക്കും, ഡിസ്കസ് ചെയ്തെന്നിരിക്കും. പക്ഷെ മനഃപൂർവ്വം മറ്റു മനുഷ്യരെ, വിശ്വാസി ആയിക്കൊള്ളട്ടെ അവിശ്വാസി ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ ആ വ്യക്തി നമുക്ക് ദോഷം ചെയ്ത ആളായിരിക്കും, നമുക്ക് വലിയ പാര വെച്ച ആളായിരിക്കും, എന്തുമായിക്കൊള്ളട്ടെ, ആ വ്യക്തിയെ അപമാനിക്കുന്ന തരത്തിൽ ഒരു വിധത്തിൽ സംസാരിക്കുകയോ ഇടപെടുകയോ മറ്റുള്ളവരുടെ മുമ്പിൽ അയാൾ അപമാനിച്ച് താഴ്ത്തിക്കെട്ടുവാൻ ഒരു നല്ല മനുഷ്യന് ഒരിക്കലും കഴിയില്ല. നമ്മളൊരു നല്ല മനുഷ്യനല്ലെങ്കിൽ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ ആത്മഫലം നമുക്കില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടും, മോശമായി അവരെ ചിത്രീകരിച്ചുകൊണ്ട് സംസാരിക്കും. ഇന്ന് ആത്മീക കോണത്തിൽ അതാണ് നടക്കുന്നത്. നമ്മുടെ സഭകളിൽ പേജി, IPC, ഷാരോൺ, ചർച്ചക്കോട് എല്ലാം തെരഞ്ഞെടുപ്പിലൂടെയാണ് സ്ഥാനമുള്ളവരെയൊക്കെ സ്ഥാനത്താക്കുന്നത്, വോട്ടെടുത്ത്. പക്ഷേ ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണെന്നറിയാമോ. തൻ്റെ ഒരു 2-3 സ്ഥാനാർത്ഥികളുണ്ടെന്ന് വിചാരിക്കൂ. ഇവനും എൻ്റെ സംഘടനയിൽപ്പെട്ട ആളാണ്, ക്രിസ്തുവിൽ എൻ്റെ സഹോദരനാണ്, എന്നെപ്പോലെ രക്ഷിക്കപ്പെട്ടവനാണ്, അവൻ്റെ കർത്താവാണ് എൻ്റെ കർത്താവ്, അവനും വചനം ശുശ്രൂഷിക്കുന്നു, ഞാനും അതേ വചനം ശുശ്രൂഷിക്കുന്നു. എന്നിട്ടും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും ആ സ്ഥാനം കിട്ടാൻ വേണ്ടി, ആ കസേര കിട്ടാൻ വേണ്ടി ആ വ്യക്തിയെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ കാര്യം പറഞ്ഞ് നോട്ടീസ് അടിച്ചിറക്കി, വാട്സാപ്പ് സന്ദേശം കൊടുത്ത്, ഫേസ്ബുക്കിലും കൊടുത്ത് ലോകം മുഴുവനും അപമാനിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇവർക്ക് എങ്ങനെ സഭയിൽ പ്രസംഗിക്കാൻ പറ്റും? എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? എങ്ങനെ യേശു ഏകരക്ഷകനെന്ന് ലോകത്തോട് അവർക്ക് പ്രസംഗിക്കാൻ പറ്റും? ഇതെല്ലാം ചെയ്തിട്ടും ഇവർ പരസ്യത്തിൽ പ്രസംഗിക്കും, സഭയിൽ പ്രസംഗിക്കും, ഉപവാസ പ്രാർത്ഥന പ്രസംഗിക്കും, കൺവെൻഷനിൽ പ്രസംഗിക്കും. ഘോരമാണ് ഇവരുടെ പ്രസംഗം. ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? തൻ്റെ കൂടെയുള്ള, തൻ്റെ സ്നേഹിതനായിരിക്കുന്ന, തൻ്റെ കർത്താവിൻ്റെ
അതേ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ സ്നേഹിതനെ, സഹോദരനെ ഒരു സ്ഥാനത്തിനു വേണ്ടി, 1-2 വർഷമുള്ള ഒരു സ്ഥാനത്തിനു വേണ്ടി വളരെ നീചമായി അപമാനിച്ച് താഴ്ത്തിക്കെട്ടുന്ന അനുഭവങ്ങൾ ഈ ക്രിസ്തീയ ലോകത്ത് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ചെയ്യുന്നറിയാമോ? മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യുന്ന, നിന്ദിക്കുന്ന, അപമാനിക്കുന്ന തരത്തിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? നമ്മൾ ക്രിസ്തുവിൽ നല്ലവരല്ല. നല്ലവരാണെന്നൊക്കെ പ്രസംഗിക്കും, പറയും, അഭിനയിക്കാൻ പറ്റും. ഇന്ന് അഭിനയമാണ് കൂടുതൽ. യഥാർത്ഥ ജീവിതം ഇന്ന് കാണാൻ പറ്റുന്നില്ല, അഭിനയമാണ്. അഭിനയത്തിന് അവാർഡ് കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും കൊടുക്കണം, ഓസ്കാർ അവാർഡ്. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് മറ്റൊരു പാസ്റ്ററോട് ഭയങ്കര ഇഷ്ടക്കേടാണ്. ഞാൻ അയാളെ കുറിച്ച് അതും ഇതൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ കയറി വരുന്നു. അപ്പൊ നിങ്ങളതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ മനുഷ്യൻ വരുന്നത്. ഉടനെ ഞാൻ ഓടിച്ചെന്ന് കൈ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, വിശുദ്ധി ഉമ്മനം കൊടുക്കുന്നു, പാസ്റ്റർ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു കസേര കൊടുക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ, പ്രസംഗിക്കാൻ സമയം കൊടുക്കുമ്പോൾ അതത് വാഴ്ത്തി പുകഴ്ത്തുന്നു. ഇത്ര നേരം എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എന്താ കേട്ടത്? ഇതിനെയാണ് അഭിനയം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല മനുഷ്യന് മറ്റാരെയും അപമാനിക്കാൻ തോന്നുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ വിഷയം വിടുകയാണ്. ഒരു കാര്യം കൂടിയുണ്ട്, അതിന് വാക്യമൊന്നും എടുക്കണ്ട. ഒരു നല്ല മനുഷ്യൻ, ആ മനുഷ്യൻ നല്ല മനുഷ്യനാണെന്ന് പറയാനുള്ള 6ാമത്തെ കാരണമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അയാൾ ക്രിസ്തുവിൽ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, അത് വിശ്വാസി ആയിക്കൊള്ളട്ടെ അവിശ്വാസി ആയിക്കൊള്ളട്ടെ, ആ മനുഷ്യൻ ഒരു കാര്യത്തിനും മറ്റു മനുഷ്യരെ നിർബന്ധിക്കില്ല. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് വചനം പറയുന്നു. സുവിശേഷം പറയാനുള്ള നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്നും വചനം പറയുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് നമ്മളെ നിർബന്ധിക്കാം. ദൈവം നമ്മളോട് ഇടപെടും. പക്ഷെ എല്ലാ കാലത്തും ദൈവം നമ്മളോട് ഇടപെടില്ല. അത് ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ദൈവം ആരെയും നിർബന്ധിക്കാറില്ല. ദൈവം നിർബന്ധിക്കോ? മോനെ മോളെ രക്ഷിക്കപ്പെടണോട്ടാ, രക്ഷിക്കപ്പെടിക്കുന്ന പറഞ്ഞു കൊടുക്കുക, സ്വർഗത്തിൽ പോണോ? ദൈവം നിർബന്ധിക്കൊന്നുമില്ല. ദൈവം പറയും, എന്തു പറയും? നീ മാനസാന്തരപ്പെടണം, നീ രക്ഷിക്കപ്പെടണം, നീ സ്നാനപ്പെടണം, നീ ദൈവകൃപയിൽ വരണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം നമ്മളോട് മനുഷ്യരിലൂടെ ഇടപെടുമ്പോൾ നമ്മളത് ഏറ്റെടുത്തോളാം, നമ്മളത് സ്വീകരിച്ചോളാം, നമ്മൾ ആ ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചോളാം. അല്ലാതെ ദൈവം നമ്മുടെ പുറകെ നടന്ന് ഞാൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയേ പറ്റൂ, നിന്നെ സ്വർഗത്തിലാക്കിയേ പറ്റൂ. ദൈവത്തിനൊരു ആവശ്യവുമില്ല. ദൈവം സ്വർഗം നിർമ്മിച്ചിട്ടുണ്ട്. ദൈവം ജീവന്റെ വഴി തുറന്നു തന്നിട്ടുണ്ട്. അതിനെല്ലാ കാര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിലൂടെ കടന്നുപോയി നമുക്ക് രക്ഷപ്പെടാം. അല്ലാതെ ദൈവം ഒരാളെയും നിർബന്ധിക്കില്ല. നമ്മളുതെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളോടാണെങ്കിലും സഭയിലുള്ള ആളുകളോടാണെങ്കിലും ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകളുള്ള ബന്ധത്തിലാണെങ്കിലും നമ്മുടെ സഹപാഠികളുടെ ഒപ്പം ആണെങ്കിലും അവിശ്വാസികളുടെ ഒപ്പമാണെങ്കിലും നമ്മളൊരു വിഷയം അവരോട് പറഞ്ഞു, സ്നേഹത്തോടെ പറയുകയാണ്, സഹോദര
സഹോദരി അല്ലെങ്കിൽ എൻ്റെ സ്നേഹിത ഇന്ന കാര്യം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ അങ്ങനെ അഭിപ്രായപ്പെടുന്നു. നമ്മളൊരു പ്രാവശ്യം പറഞ്ഞു, രണ്ടാമത് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി പറയാം, വീണ്ടും വേണമെങ്കിൽ ഒരു മൂന്നാമത്തെ പ്രാവശ്യം കൂടി നമുക്ക് സന്ദർഭോചിതമായി പറയാം. എന്നിട്ടും അവർ കൂട്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ പറയണ്ട, പിന്നെ അതിനെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരെയും നിർബന്ധിക്കാൻ പാടില്ല. സ്നേഹത്തോടെ 1, 2, 3 വട്ടം, ഈ 3 വട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായമാണ്. 1, 2, 3 വട്ടം സ്നേഹത്തോടെ നമ്മൾ പറഞ്ഞിട്ട് അത് സ്വീകരിക്കുവാൻ കൈക്കൊള്ളുവാൻ കൂട്ടാക്കാതെ പോകുന്ന ഒരാളാണെങ്കിൽ നമ്മളത് സ്നേഹത്തോടെ അങ്ങ് വിട്ടേക്കാം. നമുക്ക് പിണക്കവും വേണ്ട, വഴക്കും വേണ്ട, വൈരാഗ്യവും വേണ്ട, കണ്ടാൽ മിണ്ടാതിരിക്കുകയും വേണ്ട, വിട്ടേക്കാം. ഒരു നല്ല മനുഷ്യൻ ആരെയും അനാവശ്യമായി നിർബന്ധിക്കാറില്ല. 6 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഈ പകൽ ചിന്തിച്ചത്. നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ ജീവിതത്തോട്, എൻ്റെ ജീവിതത്തോട്, ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തോട് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ 6 കൂട്ടം കാര്യത്തോടുള്ള ബന്ധത്തിൽ ഒരു പുനഃപരിശോധന നടത്തുക. നമ്മളൊരു നല്ല മനുഷ്യനാണോ അല്ലെങ്കിൽ മോശപ്പെട്ട മനുഷ്യനാണോ എന്ന് ഒരു താരതമ്യ പഠനം നടത്തുമ്പോൾ നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും.